കർണാടക അങ്കോലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടരുകയായിരുന്നു രക്ഷാസംഘം. അപ്പോഴാണ് കനത്ത വെല്ലുവിളി ഉയർത്തി രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി കനത്ത മഴ മേഖലയിൽ പെയ്യുന്നത്. ഇപ്പോൾ അരമണിക്കൂറിലധികമായി നിർത്താതെ അതിശക്തമായ മഴ മേഖലയിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും മഴ പെയ്താൽ ഒരു മണ്ണിടിച്ചിലിനുള്ള സാധ്യത അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് അല്പസമയം മുമ്പ് ഷഫീഖ് നസുള്ള നൽകിയത്. ഈ മഴ നിന്നാൽ മാത്രമേ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടരാനാകൂ. രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് ഈ മോശം കാലാവസ്ഥയാണ്, പ്രതികൂല കാലാവസ്ഥയാണ്. രാവിലെയൊക്കെ ചെറിയ തരത്തിലുള്ളൊരു മഴ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതാണ് അതിശക്തമായ ഭീതിതമായൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് കണ്ടു. ശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ കുറേ നേരമായി ഉണ്ടായിരുന്നത്. ശക്തമായ കാറ്റും ഉണ്ട് മേഖലയിൽ. ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ മണ്ണ് നീക്കുന്ന നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള താൽക്കാലിക വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അല്പസമയം മുമ്പാണ് കരസേനയുടെ 60-അംഗ സംഘം അവിടെ എത്തിച്ചേർന്നത്. അവർ കൂടി രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ രക്ഷാദൗത്യത്തിന് നിലവിലുള്ളതിനേക്കാൾ അധികം ഒരു വേഗത കൈവരുമെന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു. ഒരു ജീവന്റെ തുടിപ്പ് ഉണ്ട് എന്നുള്ള ആശ്വാസ വാർത്തയെങ്കിലും കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. പക്ഷേ അതിനൊക്കെ വിഘാതം സൃഷ്ടിച്ചുകൊണ്ടാണ് കനത്ത മഴ മേഖലയിൽ തുടരുന്നത്. അല്പസമയം മുമ്പ് അവിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തി അങ്കോല ഗസ്റ്റ് ഹൗസിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ഇന്നലെ യോഗം വിളിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ യോഗത്തിൻ്റെ ഭാഗമാകും. അതിനുശേഷം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. ഈ അപകട സ്ഥലത്തെത്തിയപ്പോൾ തന്നെ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ കനത്ത മഴ അവിടെയും തടസ്സം സൃഷ്ടിച്ചു. ആ മഴ കാരണം സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാതെ പോയി.